ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ യശസ്സുയർത്താൻ തന്റേതായ വീക്ഷണങ്ങൾ പ്രദാനം ചെയ്ത വ്യക്തിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ജനങ്ങളുടെ ക്ഷേമത്തെപ്പറ്റി മാത്രം ചിന്തിച്ച നെഹ്റു കാലദേശങ്ങളെ അതിജീവിച്ച് രാജ്യം മുഴുവൻ പ്രകാശം പരത്തി. മഹാന്മാരായ ഐതിഹാസിക പുരുഷന്മാരിൽ ഒരാളായ നെഹ്റുവിനോടുള്ള കടപ്പാട് നാം ഓരോരുത്തരും മറക്കാതിരിക്കട്ടെ. പ്രധാന വാർത്തകളിലേക്ക്. ചാച്ചാജിയുടെ 125ാം ജന്മദിനം. നാടെങ്ങും ശിശുദിനാഘോഷ പരിപാടികൾ. ഇന്ത്യയെ ആധുനികതയിലേക്ക് പ്രവേശിപ്പിച്ച ഭരണ സാന്നിധ്യമായിരുന്നു നെഹ്റുവെന്ന് ചരിത്രകാരൻ എം.ആർ. രാഘവ വാര്യർ. കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ കുടുംബശ്രീ ക്രൈം മാപ്പിംഗ് റിപ്പോർട്ട് പുറത്തിറക്കി. വാർത്തകൾ വിശദമായി. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചാജിയുടെ 125ാം ജന്മവാർഷികം ആഘോഷ പരിപാടികളോടെ കൊണ്ടാടുകയാണ്. രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് നെടുംതുണായി നിൽക്കേണ്ടത് കുട്ടികളാണെന്ന് പഠിപ്പിച്ച നെഹ്റുവിന്റെ ഇന്ത്യയിൽ അക്രമങ്ങൾക്കും അനീതികൾക്കും മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് കുരുന്നുകൾ. കുട്ടികൾ ഉദ്യാനത്തിന്റെ പൂമ്പാറ്റകൾ പോലെയാണ്. അവരെ ശ്രദ്ധാപൂർവം വളർത്തണം. കാരണം അവർ രാഷ്ട്രത്തിന്റെ ഭാവിയാണ്, നാളത്തെ പൗരന്മാരും. ഇത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ്. നവംബർ 14 ഒരു ശിശുദിനം കൂടി നാം കൊണ്ടാടുകയാണ്. കുട്ടികൾക്കെതിരെ അക്രമങ്ങളും അനീതികളും വർദ്ധിച്ചുവരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നെഹ്റുവിന്റെ ഈ സന്ദേശം വളരെ മഹത്വമുള്ളതാവുകയാണ്. കുട്ടികൾക്ക് ചാച്ചാജിയും മുതിർന്നവർക്ക് പണ്ഡിറ്റുമായ ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷിക ദിനമാണ് ശിശുദിനമായി നാം കൊണ്ടാടുന്നത്. രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് നെടുംതൂണായി നിൽക്കേണ്ടത് കുട്ടികളാണ്. അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായിരിക്കണം ജനാധിപത്യ രാജ്യത്തിൽ ഊന്നൽ നൽകേണ്ടത് എന്ന് പഠിപ്പിച്ചതും നെഹ്റു തന്നെയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അക്രമങ്ങളും അനീതികൾക്കു മുന്നിലും നിസ്സഹായി നിൽക്കുന്ന കുരുന്നുകളെയാണ് നാം കാണുന്നതും കേൾക്കുന്നതും. ഇന്ത്യ പുരോഗതിയിലേക്ക് കുതിച്ചുയരുകയാണ്. എന്നാൽ ഓരോ ദിനവും കുട്ടികൾ നേരിടുന്ന പീഡനക്കഥകൾ ഇന്ത്യയെ നാണം കെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കുട്ടികളുടെ സംരക്ഷണത്തിനായി നിയമ സംവിധാനങ്ങൾ നിരവധിയാണെങ്കിലും അതിന്റെയെല്ലാം പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നതാണ് സത്യം. നെഹ്റുവിന്റെ 125ാം ജന്മദിനാഘോഷങ്ങളിൽ നാം ഇതെല്ലാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെയും പൂക്കളെയും ഒരുപോലെ സ്നേഹിച്ച നെഹ്റു പടുത്തുയർത്തിയ ഇന്ത്യ മാറേണ്ടിയിരിക്കുന്നു. നിയമങ്ങളും സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഭാവിക്കായി കരുതിവെച്ച പൂമൊട്ടുകളെ പഴുതെറിയാതെ അവരെ സംരക്ഷിക്കേണ്ടതാണ്. ഇന്ത്യയെ ആധുനികതയിലേക്ക് പ്രവേശിപ്പിച്ച ഭരണസാന്നിധ്യമായിരുന്നു നെഹ്റുവെന്ന് ചരിത്രകാരൻ എം.ആർ. രാഘവ വാര്യർ. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നെഹ്റു കണ്ടെത്തിയ ഇന്ത്യ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നെഹ്റു കണ്ടെത്തിയ ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ചരിത്രകാരൻ എം.ആർ. രാഘവ വാര്യർ വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു. ഇന്ത്യയെ ആധുനികതയിലേക്ക് പ്രവേശിപ്പിച്ച ഭരണ സാന്നിധ്യമായിരുന്നു നെഹ്റുവെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. നെഹ്റുവിനെ പോലുള്ള നേതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുവാനും ഉൾക്കൊള്ളാനും നടപ്പിലാക്കാനും സാധിക്കണമെന്നും അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തകരും അധ്യാപകരുമെല്ലാം മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഗുരുവായൂരപ്പൻ കോളേജിലെ പൊളിറ്റിക്കൽ വിഭാഗം അധ്യക്ഷ തനൂജ രാഘവൻ, ചരിത്രകാരൻ വസിഷ്ഠ് എന്നിവരും സെമിനാറിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടി വേലായുധൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, അസിസ്റ്റന്റ് എഡിറ്റർ കെ നീന തുടങ്ങിയവർ സംസാരിച്ചു. പരസ്പര സ്നേഹം സങ്കുചിതമായ കാലഘട്ടത്തിൽ മാനവികതയുടെ സന്ദേശം പകർന്നു നൽകിയ വ്യക്തിത്വമായിരുന്നു ജവഹർലാൽ നെഹ്റുവെന്ന് നോവലിസ്റ്റ് ഖദീജ മുംതാസ്. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ശിശുദിന റാലി ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അവർ. സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് ശിശുദിന റാലി സംഘടിപ്പിച്ചു. നോവലിസ്റ്റ് ഡോക്ടർ ഖദീജ മുംതാസ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പരസ്പര സ്നേഹം സങ്കുചിതമായ കാലഘട്ടത്തിൽ മാനവികതയുടെ സന്ദേശം പകർന്നു നൽകിയ വ്യക്തിത്വമായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന് ഖദീജ മുംതാസ് അനുസ്മരിച്ചു. റാങ്കുകളും ഗ്രേഡുകളും നിർമ്മിക്കുന്ന ഉൽപാദന കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സമൂഹവും വ്യക്തികേന്ദ്രീകൃതമായ കാലഘട്ടത്തിൽ സ്നേഹവും സൗഹാർദ്ദവും പഠിപ്പിച്ച മഹത് വ്യക്തിത്വത്തെ മാതൃകയാക്കി ജീവിക്കണമെന്നും ഖദീജ മുംതാസ് കൂട്ടിച്ചേർത്തു. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എ നാരായണൻ സ്വാഗതം പറഞ്ഞു. പരിപാടിയോടനുബന്ധിച്ച് ജില്ലയിലെ അംഗനവാടി കുട്ടികൾ, 18 വയസ്സിന് താഴെ പ്രായമുള്ള വിദ്യാർത്ഥികൾ, ബാലനീതി പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെയും ക്ഷേമ സ്ഥാപനങ്ങളിലെയും കുട്ടികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി അധ്യക്ഷം വഹിച്ചു. चाचाजी जिंदाबाद, കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിന്റെയും കോർപ്പറേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശിശുദിനത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചു. മാവൂർ റോഡ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി മേയർ എ കെ പ്രേമജം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോർപ്പറേഷൻ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ, മേഖലാ ശാസ്ത്ര കേന്ദ്രം എഡ്യൂക്കേഷൻ ഡയറക്ടർ കെ എം സുനിൽ എന്നിവർ നേതൃത്വം നൽകി. കുണ്ടുങ്ങൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ ശിശുദിന റാലിയും രക്ഷാകർതൃ സംഗമവും സംഘടിപ്പിച്ചു. വാർഡ് കൌൺസിലർ എം ടി പത്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കെ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. TN അബ്ദുൾ ജബ്ബാർ ക്ലാസ് എടുത്തു. പ്രധാനാധ്യാപകൻ PK സതീഷ്, CP ഹസൻകോയ, സിന്ധു മുല്ലേരി തുടങ്ങിയവർ സംസാരിച്ചു. ഫോറസ്ട്രി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ കെ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഫോറസ്ട്രി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് കടപ്പുറത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ നെഹ്റുവിന്റെ ഛായാപ്പടത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ കെ രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ ഭാരതത്തിനെ ഈ നിലയ്ക്ക് ഇന്നിവിടെ എല്ലാവരും കൂടി നിൽക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക്, ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള നെഹ്റുജിയോടുള്ള കടപ്പാട് നമ്മുടെ സമൂഹം ഒരിക്കലും മറക്കാനായിട്ട് പാടില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജനാധിപത്യത്തിനെ ബഹുമാനിക്കുക, മതേതരത്വത്തിനെ ബഹുമാനിക്കുക, വ്യക്തി സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുക എന്നുള്ളതായിരുന്നു. ഫോറസ്ട്രി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷത വഹിച്ചു. K മൊയ്തു, KS വെങ്കിടാചലം, പ്രൊഫസർ ജോബ് കാട്ടൂർ, P അനിൽ ബാബു, അഡ്വക്കേറ്റ് K ജയൻ, മൊയ്തീൻ കോയ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി കുടുംബശ്രീ ബാലസഭകളിലൂടെ നടപ്പിലാക്കിയ ക്രൈം മാപ്പിംഗ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. എലത്തൂർ മണ്ഡലം MLA AK ശശീന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ തോത് മനസ്സിലാക്കുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. ജില്ലയിൽ നിർഭയ പഞ്ചായത്തുകളായി തെരഞ്ഞെടുക്കപ്പെട്ട കക്കോടി, കാവിലുംപാറ, പുതുപ്പാടി, ചോറോട്, മരുതോങ്കര എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ ക്രൈം മാപ്പിംഗ് നടത്തിയത്. ജില്ലാതല റിപ്പോർട്ടിന്റെ പ്രകാശനം കക്കോടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്നു. ഇതോടനുബന്ധിച്ച് കുട്ടികളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. എലത്തൂർ നിയോജക മണ്ഡലം MLA AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മാനവികതയുമായി പോലും ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ആഴത്തിലുള്ള വേരുകൾ പരിശോധിച്ചെടുക്കുമ്പോഴാണ് ഈ സ്ഥിതിവിവര കണക്കിനപ്പുറം നമ്മളെന്താ അങ്ങനെ ആയിപ്പോയത് എന്ന് പറയാൻ കഴിയില്ല. കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മനോജ് അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ പ്രവർത്തകർ, CDS ചെയർപേഴ്സൺമാർ എന്നിവർ സംബന്ധിച്ചു.
പരിശീലനം ലഭിച്ച സോഷ്യൽ വർക്കർ ബിരുദധാരികൾ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവരുടെ സഹായത്തോടെയാണ് ക്രൈം മാപ്പിംഗ് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന മിഷന് കൈമാറും. അതിനുശേഷമാണ് സംസ്ഥാനതല റിപ്പോർട്ട് തയ്യാറാക്കുക. ക്രൈം മാപ്പിംഗിന്റെ പ്രാധാന്യവും കുടുംബശ്രീ ഇടപെടലുകളും എന്ന വിഷയത്തിൽ ബാലസഭാ കൺസൾട്ടന്റ് മുനീർ MP, ചൈൽഡ് ലൈനും കുട്ടികളുടെ അവകാശങ്ങളും എന്ന വിഷയത്തിൽ ചൈൽഡ് ലൈൻ കോർഡിനേറ്റർ മുഹമ്മദ് അലി എന്നിവർ ക്ലാസുകൾ എടുത്തു. അസിസ്റ്റന്റ് കമ്മീഷണർ ജോയ്സി ചെറിയാൻ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് അംഗം AP കുഞ്ഞാമുദ്, കക്കോടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് B മുകുന്ദൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അശോകൻ, സുജാത PV, KK മുഹമ്മദ് ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. ലോക പ്രമേഹ ദിനാചരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ ആതുരാലയങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തി. പ്രമേഹം എന്ന നിശബ്ദ കൊലയാളിയെ അറിയാനും പ്രതിരോധിക്കാനുമുള്ള മാർഗങ്ങളെക്കുറിച്ച് വിദഗ്ധർ സംസാരിച്ചു. നല്ലതു മാത്രം ഭക്ഷിക്കാം പ്രാതൽ മുതൽ എന്നതാണ് പ്രമേഹ ദിന സന്ദേശം. നവംബർ 14 ലോക പ്രമേഹ ദിനം. 23 വർഷങ്ങൾക്ക് മുൻപ് 1991 ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷനാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. പിന്നീട് ലോകാരോഗ്യ സംഘടനയും യുണൈറ്റഡ് നാഷൻസും ഇതിൽ പങ്കുചേർന്നതോടെ ലോകമെങ്ങും വിവിധ പരിപാടികളോടെ ആചരിക്കപ്പെടുന്ന ഒരു സുപ്രധാന ദിനാചരണമായി ഇത് മാറി. പ്രമേഹ ചികിത്സാ രംഗത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം 1923 നൊബേൽ സമ്മാനാർഹമായ ഇൻസുലിന്റെ കണ്ടുപിടുത്തമാണ്. ആരോഗ്യകരമായ ആഹാര സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുക, അവയുടെ ലഭ്യത വർദ്ധിപ്പിക്കുക, പ്രാതൽ മുതൽ തന്നെ നല്ല ആഹാരങ്ങൾ ഭക്ഷിക്കാൻ പഠിക്കുക, ഇവയാണ് ലോക പ്രമേഹ ദിനത്തിൽ ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷന്റെ സന്ദേശങ്ങൾ. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായ കൊയിലാണ്ടി വെളിയന്നൂർ ചെല്ലിയിലെ 480 ഏക്കർ കൃഷിയോഗ്യമാക്കാൻ പദ്ധതി. 350 ഏക്കർ നെൽകൃഷിയും 30 ഏക്കർ തെങ്ങ് കൃഷിയും 15 ഏക്കർ പച്ചക്കറി കൃഷിയുമാണ് നടത്തുക. കർഷക സേവന കേന്ദ്രത്തിലൂടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. കർഷക സേവന കേന്ദ്രത്തിലൂടെ വെളിയന്നൂർ ചെല്ലിയെ കൃഷിയോഗ്യമാക്കുവാൻ പദ്ധതി സർക്കാർ അംഗീകാരത്തിനായി സമർപ്പിച്ചു. കാർഷിക മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് കർഷക തൊഴിലാളികളുടെ കുറവും വർദ്ധിച്ചുവരുന്ന കൃഷി ചെലവും. കൃഷി ലാഭകരമാക്കുന്നതിന് ആവശ്യമായ വിവിധ സേവനങ്ങൾ, നടീൽ വസ്തുക്കൾ, ഉൽപാദനോപാധികൾ എന്നിവ ഒരു കേന്ദ്രത്തിൽ നിന്ന് തന്നെ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് കാർഷിക സേവന കേന്ദ്രത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുവഴി തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി യന്ത്രവൽക്കരണം നടപ്പിലാക്കും. ഫാം ക്ലിനിക്കുകൾ വഴി മണ്ണ്, രോഗകീടങ്ങൾ എന്നിവ പരിശോധിച്ച് കൃഷിയെ മെച്ചപ്പെടുത്തുക, കാർഷിക വായ്പ, വില നിലവാരം, വിപണനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ സംബന്ധിച്ച് വിവരങ്ങളും സാങ്കേതിക ഉപദേശങ്ങളും കർഷകർക്ക് ലഭ്യമാക്കുക എന്നിവ കാർഷിക സേവന കേന്ദ്രങ്ങൾ വഴിയാണ് നടപ്പിലാക്കുന്നത്. കർഷകർക്ക് ആവശ്യമായ യന്ത്രസാമഗ്രികൾ വാടകയ്ക്കും നൽകും. കേരളത്തിൽ തെരഞ്ഞെടുത്ത 35 ബ്ലോക്കുകളിലാണ് കാർഷിക സേവന കേന്ദ്രം ആരംഭിക്കുന്നത്. തൊഴിൽ സേനയും VHSE യോഗ്യതയുള്ളവരും ITI പാസ്സായവരും ഇതിനായി ആവശ്യമാണ്. ഇവർക്ക് വിദഗ്ധ പരിശീലനം നൽകും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ ഒരു കേന്ദ്രം വീതം മോഡൽ കർഷക സേനാ കേന്ദ്രങ്ങളാക്കി മാറ്റും. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിലാണ് മോഡൽ കാർഷിക സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക. സഹകരണ വകുപ്പ് തെരഞ്ഞെടുത്ത സഹകരണ സംഘങ്ങൾ വഴി കാർഷിക സേവന കേന്ദ്രത്തിന്റെ പ്രവർത്തനം വിപുലപ്പെടുത്തും. 32 ലക്ഷം രൂപ ചെലവിൽ തുടങ്ങുന്ന കേന്ദ്രത്തിന് ഭൗതിക സാഹചര്യം ഒരുക്കാനും
25 ലക്ഷം രൂപ കാർഷിക ഉപകരണങ്ങളും യന്ത്ര സാമഗ്രികളും വാങ്ങാൻ ഉപയോഗിക്കും. ജില്ലകളിൽ ഒരു കേന്ദ്രം വീതം മോഡൽ കാർഷിക സേവന കേന്ദ്രങ്ങളാക്കി മാറ്റും. തരിശായി കിടക്കുന്ന ഈ കൃഷിഭൂമി കൃഷിയോഗ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് അതിൽ കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ ഈ നമുക്ക് അനുവദിച്ച് കിട്ടിയ ഈ അഗ്രോ സർവീസ് സെന്റർ ഏതാണ്ട് 32 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് ഈ അഗ്രോ സർവീസ് സെന്ററുമായി ബന്ധപ്പെട്ട് അതിൽ ഉണ്ടാകുക. അതുപോലെ തന്നെ അത് പൂർണ്ണമായും നമുക്ക് കൃഷിയോഗ്യമാക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് 25 ലക്ഷം രൂപയുടെ ആധുനിക 16 കാർഷിക യന്ത്രങ്ങളായ 45 HP ട്രാക്ടർ, കുബേറ്റോ ട്രാക്ടർ, റിവോട്ടർ അറ്റാച്ച്മെന്റ്, ഡിഗർ, പവർ ടില്ലർ, ത്രഷർ കം വിന്നോവർ, വീൻഡ് കട്ടർ, ചെയിൻസോ, പവർ സ്പെയർ എന്നിവ ഉൾപ്പെടുത്തും. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ച ഓഫീസർമാർ, അധ്യാപകർ എന്നിവരെയാണ് കാർഷിക സേവന കേന്ദ്രത്തിന്റെ സെക്രട്ടറികളായി ചുമതലപ്പെടുത്തുക. 7 പേരിൽ കുറയാത്ത അംഗങ്ങളുടെ കമ്മിറ്റിയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ വെള്ളിയൂർ ജില്ലയിൽ 480 ഏക്കറാണ് കൃഷിയോഗ്യമാക്കുന്നത്. ഇതിൽ 350 ഏക്കർ നെൽകൃഷിയും 30 ഏക്കർ തെങ്ങ് കൃഷിയും 15 ഏക്കർ പച്ചക്കറി കൃഷിയുമാണ് നടത്തുക. സർക്കാർ സർവീസിലെ ക്ലാസ് 4 ജീവനക്കാരുടെ പ്രൊമോഷൻ ഉത്തരവ് നടപ്പിലാക്കുന്നില്ലെന്ന് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ കുറ്റപ്പെടുത്തി. എന്നാൽ സീനിയോറിറ്റി അനുസരിച്ച് പ്രൊമോഷൻ നിയമനം നൽകണമെന്ന ഉത്തരവ് അവഗണിച്ച് ജൂനിയർ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകിയതായും അവർ ആരോപിച്ചു. ഇതിനെതിരെ സമരം നടത്തുമെന്നും യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. ക്ലാസ് 4 ജീവനക്കാർക്ക് 10% പ്രൊമോഷൻ ഉറപ്പാക്കിക്കൊണ്ടാണ് സർക്കാർ ഉത്തരവ്. ഇത് ജില്ലാതലത്തിൽ സീനിയോറിറ്റി അനുസരിച്ചുള്ള നിയമനമാകണമെന്നും ഉത്തരവുണ്ട്. എന്നാൽ ഈ ഉത്തരവിനെ മറികടന്നുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ PSC വഴി നിയമിതനായ ജൂനിയർ ഉദ്യോഗസ്ഥന് സീനിയർ ജീവനക്കാർ നിലനിൽക്കെ കോഴിക്കോട് ജില്ലയിൽ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിയമനം നൽകിയത്. കോഴിക്കോട് ജില്ലയിലെ LSGD എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ തെറ്റായ ഈ നിയമന നടപടിക്കെതിരെ സമരം നടത്തുമെന്ന് ക്ലാസ് 4 എംപ്ലോയീസ് യൂണിയൻ ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ 2003 സർവീസിൽ വന്ന ഒരാള് നിലനിൽക്കെ 2005 മലപ്പുറം ജില്ലയിൽ ജോയിൻ ചെയ്ത് ഈ കോഴിക്കോട് ജില്ലയിലേക്ക് തിരികെ വന്ന ആൾക്ക് ആണ് എന്നാൽ പ്രൊമോഷൻ നൽകിയത്. സിയുടെ ആഫീസ് കോഴിക്കോട് ജില്ലയിൽ ജീവനക്കാരുടെ പ്രൊമോഷൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർത്തമാനകാലത്ത് ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്ന് പിണറായി വിജയൻ. ഇടതുപക്ഷത്തിൽ വിയോജിപ്പ് ഉണ്ടാവാം, അതേസമയം യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPIM രൂപീകരണത്തിന്റെ 50ാം വാർഷികവും സെമിനാറും കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതിമത വർഗീയ ശക്തികൾ വലിയ തോതിൽ ഇടപെടുന്ന ഈ കാലഘട്ടത്തിൽ നവോത്ഥാന താൽപര്യങ്ങളെ തകർക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരമൊരു ഘട്ടത്തിൽ CPM കൂടുതൽ കരുത്ത് നേടേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM രൂപീകരണത്തിന്റെ 50ാം വാർഷികാഘോഷവും സെമിനാറും കോഴിക്കോട് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരമൊരു ഘട്ടത്തിൽ CPIM കൂടുതൽ കരുത്ത് നേടേണ്ടതായിട്ടുണ്ട്. ഇടതുപക്ഷങ്ങളിൽ വിയോജിപ്പുകളുണ്ടാകാം. ആ വിയോജിപ്പുകൾ പരസ്പരം അംഗീകരിച്ചു പോവുക. ഇടതുപക്ഷത്തിൽ വിയോജിപ്പുണ്ടാവാം, ആ വിയോജിപ്പുകൾ അംഗീകരിച്ചു പോവുക. അതേസമയം യോജിക്കാവുന്ന മേഖലകളിലെല്ലാം യോജിച്ച് പ്രവർത്തിക്കണം. വർത്തമാനകാലത്ത് ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് ഇന്നത്തെ നിലയിൽ സ്വീകരിക്കേണ്ടതെന്നും പിണറായി കൂട്ടിച്ചേർത്തു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. മേയർ AK പ്രേമജം, PT അബ്ദുൽ ലത്തീഫ്, PT രാജൻ, TP ദാസൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ്, PM നിർമ്മലൻ, MLA-മാരായ എളമരം കരീം, പുരുഷൻ കടലുണ്ടി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേന്ദ്ര സർക്കാരും പുതിയ തൊഴിൽ നിയമ ഭേദഗതിയും എന്ന വിഷയം എളമരം കരീം MLA അവതരിപ്പിച്ചു. തുടർന്ന് മജീഷ്യൻ പ്രദീപ് ഹുഡനയുടെ മാജിക് ഷോയും ഉണ്ടായി. പുതിയപ്പ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് നവീകരണത്തിന്റെ ഉദ്ഘാടനം കളക്ടർ CA ലത നിർവഹിച്ചു. PTA പ്രസിഡന്റ് U വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. പുതിയപ്പ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ടോയ്ലറ്റ് നവീകരണം ഉദ്ഘാടനം കളക്ടർ CA ലത നിർവഹിച്ചു. നമ്മുടെ സ്കൂളുകളുടെ ശോച്യാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 13ാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് ഗ്രാന്റ് അതിലൂടെ തന്നെ നമുക്ക് ഒരു സ്കൂളിന് 4 കോടി രൂപ വെച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനം നടത്തുന്നതിനുള്ള പ്രപ്പോസൽ ഓൾറെഡി ഉണ്ട്. 14-15 അധ്യയന വർഷമാണ് ഇതിന്റെ എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്രയും കാത്തിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് മിക്കവാറും ഈ വർഷവും അടുത്ത വർഷവുമായിട്ട് തന്നെ ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങളും കൂടെ ചെയ്യാൻ പറ്റും.
PTA പ്രസിഡന്റ് യു വിജയൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ലയൺസ് ക്ലബ് പ്രസിഡന്റ് ശശികുമാർ പദ്ധതി വിശദീകരണം നടത്തി. വാർഡ് കൌൺസിലർ മോഹൻദാസ്, ലയൺസ് ക്ലബ് സർവീസ് കമ്മിറ്റി ചെയർമാൻ VK കൃഷ്ണകുമാർ, സമാജം പ്രസിഡന്റ് പ്രസാദ്, വികസന സമിതി മെമ്പർ ദീപു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ ജിതേന്ദ്രൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് K ശോഭന, ദേവിക, വത്സല തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും ഉൽപാദക സംഘം ഭാരവാഹികളുടെ സംഗമവും ജില്ലാ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. 5 വർഷക്കാലം കൊണ്ട് നാളികേര കാർഷിക രംഗത്ത് വൻ പുരോഗതിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണവും ഉൽപാദക സംഘം ഭാരവാഹികളുടെ സംഗമവും ജില്ലാ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ P. പ്രദീപ് കുമാർ അധ്യക്ഷം വഹിച്ചു. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ, നാളികേര വികസന ബോർഡ് ഫീൽഡ് ഓഫീസർ ഷാജൻ വർഗീസ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VA സലീം, മാനേജിംഗ് ഡയറക്ടർ TK സൗമീന്ദ്രൻ, ഡയറക്ടർ MT മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. കുന്നമംഗലം കേന്ദ്രീകരിച്ചാണ് കമ്പനിയുടെ പ്രവർത്തനം നടക്കുന്നത്. കുന്നമംഗലത്തിനടുത്ത് പുറ്റുമണ്ണിൽ താഴത്ത് 50 സെന്റ് ഭൂമി കമ്പനി വാങ്ങിയിട്ടുണ്ട്. തെങ്ങിൽ നിന്ന് നീരയും മറ്റ് മൂല്യവർദ്ധിത വസ്തുക്കളും ഉണ്ടാക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണ്. 4.5 കോടിയുടെ പ്ലാന്റാണ് കുന്നമംഗലത്ത് സ്ഥാപിക്കുന്നത്. ചേളന്നൂരിൽ നീര പ്ലാന്റും വെളിച്ചെണ്ണ നിർമ്മാണവും ആരംഭിക്കും. മെഷീനുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. ഡിസംബർ അവസാനത്തോടെ ചേളന്നൂരിൽ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ നീരയും നീരാഹണിയും വെളിച്ചെണ്ണയും മാർക്കറ്റിൽ ഇറങ്ങും. ഇപ്പോൾ സാമ്പിൾ എന്ന നിലയ്ക്ക് നീര ഫ്രഷ് എന്ന പേരിൽ നീര ബോട്ടിൽ ചെയ്ത് വിതരണം ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ നിലവിൽ 40 ടെക്നീഷ്യന്മാരുണ്ട്. ഇപ്പോൾ 10 കേന്ദ്രങ്ങളിലായി ടെക്നീഷ്യൻ ട്രെയിനിംഗ് നടന്നുവരികയാണ്. 20,000 തെങ്ങിൽ നിന്ന് നീര ഉൽപ്പാദിപ്പിക്കാനുള്ള ലൈസൻസ് എക്സൈസ് വകുപ്പിൽ നിന്നും കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ട്. തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ തേങ്ങയ്ക്കായി തെങ്ങിൽ കയറുന്ന തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി പൂവാട്ടുപറമ്പ്, പട്ടർപാലം എന്നിവിടങ്ങളിൽ ട്രെയിനിംഗ് സെന്ററുകളും ആരംഭിച്ചിട്ടുണ്ട്. പേര് അന്വർത്ഥമാക്കും വിധം സ്നേഹം വാരിക്കോരി കൊടുക്കുന്ന സ്ഥാപനമാണ് ഹോം ഓഫ് ലവ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. കോട്ടൂളിയിലെ വൃദ്ധസദന സന്ദർശന വേളയിൽ സന്ദർശക പുസ്തകത്തിലാണ് അദ്ദേഹം ഇത് രേഖപ്പെടുത്തിയത്. പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തി അന്തേവാസികൾക്ക് പിണറായി തന്നെ മധുരവും നൽകി. ജീവിത സായാഹ്നത്തിൽ ആരുമില്ലാതെ കഴിയുന്നവർക്ക് സ്നേഹസാന്ത്വനമേകി CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ കോഴിക്കോട് നഗരത്തിൽ കോട്ടൂളിയിലുള്ള ഹോം ഓഫ് ലവ് വൃദ്ധസദനം സന്ദർശിച്ചു. കുശലം പറഞ്ഞും ആശ്വസിപ്പിച്ചും അദ്ദേഹം അന്തേവാസികൾക്കൊപ്പം സമയം ചെലവഴിച്ചു. തനിക്ക് ലഭിച്ച പൂച്ചെണ്ടുകൾ സ്നേഹത്തോടെ അവരെ തന്നെ ഏൽപ്പിച്ച പിണറായി അവരുടെ അടുത്തെത്തി പരിചയപ്പെട്ട് വിശേഷങ്ങൾ ചോദിച്ചു. മനോനില തെറ്റിയവരുടെയും നടക്കാനാവാതെ മുറിയിൽ കഴിയുന്നവരുടെയും ചക്രക്കസേരകളിൽ ജീവിതം നീക്കുന്നവരുടെയും അടുത്ത് അദ്ദേഹമെത്തി. സിസ്റ്റർമാർക്കൊപ്പം ഓരോ മുറിയിലും കയറിയായിരുന്നു പിണറായിയുടെ സ്വാതന്ത്ര്യ സ്പർശം. അന്തേവാസികൾക്കെല്ലാം ലഡു നൽകിയാണ് പിണറായി യാത്രയായത്. ബന്ധുക്കളാരും നോക്കാനില്ലാതെ 97 അന്തേവാസികളാണ് ഹോം ഓഫ് ലവിലുള്ളത്. സിസ്റ്റർ ലിസിയുടെ നേതൃത്വത്തിലാണ് പിണറായിയെ സ്നേഹവീട്ടിലേക്ക് സ്വാഗതം ചെയ്തത്. നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിലൂടെ സഞ്ചരിച്ച സഹോദരീ സഹോദരന്മാരാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പിണറായി പറഞ്ഞു. വിവിധ ജാതിമതക്കാർ ഇവിടെയുണ്ടെന്ന് സിസ്റ്റർ ലിസി പിണറായിയോട് പറഞ്ഞു. 43 ഹിന്ദുക്കളും 25 ക്രിസ്ത്യാനികളും 9 മുസ്ലിങ്ങളും ഇവർക്ക് വിദഗ്ധ ചികിത്സയും ലഭ്യമാക്കുന്നുണ്ട്. തീരെ അവശരായവരെ മുറികളിലാണ് പാർപ്പിക്കുന്നത്. മറ്റുള്ളവർ ഡോർമെറ്ററികളിലും. താനടക്കം 9 സിസ്റ്റർമാരാണ് പരിചരിക്കുന്നതെന്നും ലിസി പറഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണൻ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് എന്നിവരും പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നു. ഹോം ഓഫ് ലവിലെ 52 അന്തേവാസികളെ കഴിഞ്ഞ ആഴ്ച കോട്ടൂളി യുവധാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിൽ അസ്തമന കാഴ്ച കാണിക്കാൻ കടപ്പുറത്ത് കൊണ്ടുവന്നിരുന്നു. തിയേറ്ററിൽ സിനിമയും കാണിച്ചു. 2005 നവംബർ 26-നാണ് ഹോം ഓഫ് ലവ് പ്രവർത്തനം തുടങ്ങിയത്. ഓൾ കേരള പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് സമാപനം. KP കേശവ മേനോൻ ഹാളിൽ നടന്ന സമാപന യോഗം
കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ മൊയ്തീൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സാബി ജോസഫ് നിയമ സംശയ പ്രഭാഷണം നടത്തി. ഓൾ കേരള പെയിന്റിംഗ് കോൺട്രാക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം കെ.പി. കേശവമേനോൻ ഹാളിൽ കൺട്രോൾ റൂം അസിസ്റ്റന്റ് കമ്മീഷണർ കെ. മൊയ്തീൻ കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിൽ അവരുമായി ഇടപെടുമ്പോൾ ഉണ്ടാവേണ്ടുന്ന നമ്മൾ എടുക്കേണ്ടതായ മുൻകരുതലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യമായി ചോദിക്കാൻ നമ്മുടെ മുമ്പിൽ വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ഇത്രയധികം അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലിയെടുക്കാൻ വരാനുണ്ടായ സാഹചര്യം? അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എ. മണി അധ്യക്ഷം വഹിച്ചു. തൊഴിൽ രംഗത്തെ നിയമപ്രശ്നങ്ങളെക്കുറിച്ച് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറി സബ് ജഡ്ജി R.L. ബൈജു ക്ലാസ് എടുത്തു. അഡ്വക്കേറ്റ് സാബി ജോസഫ് നിയമ സംശയ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കെ. രാജീവൻ, ട്രഷറർ എം. മണി, P.T. റെജിനോൾഡ്, ദിനേശൻ കൊയിലാണ്ടി, ജീനസ് സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. മറ്റെല്ലാ ചികിത്സാ സമ്പ്രദായങ്ങൾ മരുന്നിനെ ആശ്രയിക്കുമ്പോഴും മരുന്നുരഹിത ചികിത്സയാണ് അക്യുപങ്ക്ചർ തുടരുന്നതെന്ന് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് ഫാക്കൽറ്റി ഡോക്ടർ അബ്ദുൾ ഗഫൂർ. ഐശ്വര്യ കുടുംബശ്രീ നേതൃത്വത്തിൽ ചൈനീസ് അക്യുപങ്ക്ചർ ബോധവൽക്കരണ ക്ലാസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ ശിവപുരി റോഡ് ഐശ്വര്യ കുടുംബശ്രീയുടെയും ദി നീഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപങ്ക്ചറിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചൈനീസ് അക്യുപങ്ക്ചർ സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ശിവപുരി റോഡ് അത്യസ്റ്റ് വില്ലയിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ദി നീഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപങ്ക്ചർ അശോകപുരത്തെ ടീച്ചിംഗ് ഫാക്കൽറ്റിയും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ലെക്ചററും ആകാശവാണിയിലെ റിസോഴ്സ് പേഴ്സണുമായ ഡോക്ടർ അബ്ദുൾ ഗഫൂർ ക്ലാസുകളെടുത്തു. മറ്റെല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും മരുന്നിനെ ആശ്രയിക്കുമ്പോഴും മരുന്നുരഹിത ചികിത്സയാണ് അക്യുപങ്ക്ചർ തുടരുന്നതെന്ന് ഡോക്ടർ അബ്ദുൾ ഗഫൂർ പറഞ്ഞു. ഔഷധ പ്രയോഗമില്ല എന്നതും പഥ്യം ആവശ്യമില്ലാത്തതും പാർശ്വഫലങ്ങളില്ലാത്തതും വ്യക്തമായ ശാസ്ത്രീയ അടിത്തറയും പെട്ടെന്നുള്ള രോഗശമനവും മറ്റ് ചികിത്സകളോടൊപ്പം പ്രയോഗിക്കാവുന്നതും കുറഞ്ഞ ചികിത്സാ ശീലവും അക്യുപങ്ക്ചർ വൈദ്യശാസ്ത്രത്തിൽ എടുത്തു പറയാവുന്ന പ്രത്യേകതകളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അലോപ്പതി വൈദ്യശാസ്ത്രം കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ അംഗീകരിക്കുന്നതും സ്വീകരിക്കുന്നതും ഈ ചികിത്സാ രീതിയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പള്ളത്ത് പത്മനാഭൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ പി. ജലജ, മുൻ വാർഡംഗം പി. മാധവദാസ്, പി. അനിത, CV. അനിലത എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. റോഡപകടങ്ങളിൽപ്പെട്ട് മരിച്ചവരെയും പരിക്കേറ്റവരെയും ഓർമ്മിക്കുന്ന വേൾഡ് ഡേ ഓഫ് റിമംബറൻസ് ഫോർ ട്രാഫിക് വിക്ടിംസ് ദിനമായ നവംബർ 16-ന് രാമനാട്ടുകര മുതൽ കോഴിക്കോട് ബീച്ച് വരെ ബോധവൽക്കരണ റാലി സംഘടിപ്പിക്കും. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ രാജീവ് പുത്തരത്ത് ഉദ്ഘാടനം ചെയ്യും. ബീച്ചിൽ നടക്കുന്ന സ്വീകരണത്തിൽ കളക്ടർ CA ലത പങ്കെടുക്കും. പുതിയ പാലം കൂട്ടു റെസിഡൻസ് അസോസിയേഷൻ ഒറ്റപ്പൊന്തൽ തുഴയൽ മത്സരം സംഘടിപ്പിക്കുന്നു. നവംബർ 16-ന് പുതിയ പാലം കനോലി കനാലിലാണ് ഈ പുതുമയേറിയ തുഴയൽ മത്സരം. കനോലി കനാലിന്റെ ശോച്യാവസ്ഥ പരിഹരിച്ച് ഗതകാല പ്രൗഢിയോടെ ഉപയോഗയോഗ്യമാക്കുന്നതിനാണ് ഈ തുഴയൽ മത്സരം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. ഇന്ത്യൻ മീൻപിടുത്തക്കാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും വിദേശ മീൻപിടുത്തക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മത്സ്യത്തൊഴിലാളികൾ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. കടലും മത്സ്യസമ്പത്തും സംരക്ഷിക്കാൻ നവംബർ 21-ന് കേരള സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നേതൃത്വത്തിൽ മംഗലാപുരം മുതൽ ശംഖുമുഖം വരെ കടൽ യാത്ര സംഘടിപ്പിക്കും. മംഗലാപുരത്തെ മേധ പട്കർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാച്ചാജിയുടെ 125-ാം ജന്മദിനം. നാടെങ്ങും ശിശുദിനാഘോഷ പരിപാടികൾ. ഇന്ത്യയെ ആധുനികതയിലേക്ക് പ്രവേശിപ്പിച്ച ഭരണ സാന്നിധ്യമായിരുന്നു നെഹ്റുവെന്ന് ചരിത്രകാരൻ M.R. രാഘവ വാര്യർ. കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്കെതിരെ കുടുംബശ്രീ ക്രൈം മാപ്പിംഗ് റിപ്പോർട്ട് പുറത്തിറക്കി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.